കടം ചോദിക്കുന്നവരോട് പറയാവുന്ന 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളോട് കടം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരോട് അവരെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെ റിപ്ലൈ പറയാം, അത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സാമ്പത്തികമായി വിഷമത്തിലാണ്, പിന്നീട് ഒരു അവസരത്തിൽ നോക്കാം. ഇത്തരത്തിൽ മറുപടി കൊടുക്കുക. ഞാനും വളരെയധികം സാമ്പത്തികമായി വിഷമത്തിലാണെന്നും ഞാനും ഇതുപോലെ മറ്റൊരാളോട് കടം വാങ്ങണം എന്ന രീതിയിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ സംസാരിക്കുക. ഇത് അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾ കടം കൊടുക്കുന്നില്ല, കടം കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളല്ല എന്ന രീതിയിലുള്ള ഒരു ചിന്തയും അവർക്ക് ഉണ്ടാകുകയില്ല. ഞാൻ തരില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഈ സമയത്ത് എനിക്ക് സാധ്യമല്ല. ഞാൻ കടം തരാൻ തയ്യാറാണ്, പക്ഷേ ഈ ഒരു സമയത്ത് തന്നാൽ ചില ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച പണമാണ്. ഇത്തരത്തിൽ റിപ്ലൈ നൽകുക. ഈ ഒരു പണം ഞാൻ ഇപ്പോൾ തന്ന ആ ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് ഇപ്പോൾ ഇത് തരാൻ സാധ്യമല്ലെന്നും പിന്നീട് ഒരിക്കൽ നോക്കാം എന്ന രീതിയിൽ സംസാരിക്കുക. ഇതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സങ്കടപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു റിപ്ലൈ ആണ്. നിങ്ങൾക്ക് എന്തിനാണ് കടം വേണ്ടത്, മറ്റെന്തെങ്കിലും സഹായം ചെയ്താൽ മതിയോ? ഇത്തരത്തിൽ റിപ്ലൈ നൽകുക. പണം കൊണ്ട് നിങ്ങളെ ഇപ്പം സഹായിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നും മറ്റെന്ത് സഹായത്തിനും ഞാൻ റെഡിയാണെന്നും പണമല്ലാതെ മറ്റെന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്ത് തരണമോ എന്ന രീതിയിലും ചോദിക്കുക. ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു റിപ്ലൈ തന്നെയാണ്. ഈ മാസം എനിക്ക് അധിക ചിലവുണ്ട്, അതുകൊണ്ട് ഈ മാസം കടം തന്നാൽ ശരിയാകുകയില്ല എന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. കടം ചോദിക്കുന്നവരോട് പറയാവുന്ന മറ്റൊരു അടിപൊളി റിപ്ലൈ തന്നെയാണിത്. പക്ഷേ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ അവരെ പറഞ്ഞ് കൺവിൻസ് ആക്കുന്നു എന്നതിൽ ആണ്. ഈ മാസം എനിക്ക് ഒരുപാട് അധിക ചിലവുണ്ടെന്നും അതുകൊണ്ട് ഈ മാസം ഒരാൾക്ക് കടം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ചിലവ് ഈ മാസം വരുന്നുണ്ടെന്നും അതുകൊണ്ട് കടം കൊടുത്താൽ ഈ മാസം നിലനിൽക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. പഴയതൊന്നും തിരിച്ചു കിട്ടിയില്ല, അതിനാൽ ഇപ്പോൾ പുതിയത് നൽകാൻ സാധിക്കില്ല. ഇത് കുറച്ച് റൂഡായിട്ടുള്ള ഒരു റിപ്ലൈ തന്നെയാണ്. ഒരുപാട് കടം കൊടുത്തിട്ടുണ്ടെന്നും ഒന്നും തന്നെ തിരിച്ച് കിട്ടുന്നില്ല എന്നും അതുകൊണ്ട് കടം കൊടുക്കൽ നിർത്തി എന്ന രീതിയിൽ സംസാരിക്കുക. പക്ഷേ ഇത് കുറച്ച് റൂഡായിട്ടുള്ള ഒരു റിപ്ലൈ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.